welcome to the third year students BTA's final production, The Caucasian Chalk Circle. I kindly request all of you to please switch off your phones or keep them on silent mode, and flash photography and videography is prohibited. So I hope you all sit back, enjoy the show. Cue music. പഴയ കാലത്ത് നശിച്ച കാലത്ത് ഈ നശിച്ച ഭരിച്ചിരുന്നവനാരോ അവനാണ് അബാശ്വി ജോർജ് അബാശ്വി. കുലീനയായ ഭാര്യയുള്ള തേജസ്വിയായ മകനുള്ള ക്രൊയേഷ്യസിനെ പോലെ സമ്പന്നനായ തിളങ്ങുന്നവനാണവൻ. അവനെ ഞാൻ എങ്ങനെ വിവരിക്കും? സുഖലോലുപാതയിൽ അവൻ ജീവിച്ചു എന്ന് ഞാൻ പറയട്ടെ. ഒരു ഈസ്റ്റർ പുലരിയൻ കുടുംബവും മൊത്തവൻ ദേവാലയത്തിലേക്ക് യാത്രയായി. നാട്ടുകാരെല്ലാം പട്ടിണിയാണ്. എന്നെ ശേഷിക്കപ്പെട്ട ഏകമതിന് പട്ടാളത്തിൽ നിന്ന് ഒഴിവാക്കി തരണേ. ഗവർണർ കുട്ടി വരുന്നു. കർത്താവേ, ആ കൊച്ചിനെ കാത്തോളണേ. ദേവാലയ വാതിൽ തുറക്കുമ്പോൾ ഖസ്ബയ്ക്ക് രാജകുമാരനും പോലും കുമ്പിടും തേജസ്വിയായ ആ ബാലന് മുൻപിൽ. ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ നദേല അബാശ്വലി. ഓ, ഇന്നലെ രാത്രി മഴ പെയ്തപ്പോൾ ഒഴിവു ദിവസം മൂടിക്കിടക്കുമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ നേരം വെളുത്തപ്പോൾ തെളിഞ്ഞ ആകാശവും. നദേല, എനിക്കിഷ്ടം തെളിഞ്ഞ ആകാശത്തെയാണ്, പിന്നെ ശുദ്ധമായ നിന്റെ ഹൃദയത്തെ. ഓ കൊച്ചു മൈക്കൽ, നീ ആടി തൊട്ട് മുടി വരെ താനി ഭരണാധികാരി തന്നെ. ഹാപ്പി ഈസ്റ്റർ മൈക്കൽ. കൊട്ടാരത്തിന്റെ കിഴക്കുഭാഗം പുതുക്കി പണിയാൻ ജോർജ് തീരുമാനിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങൾക്ക് അതിൽ എന്ത് തോന്നുന്നു? ഈ ചേരി മുഴുവൻ പുതുക്കി പണിത് ഒരു പൂന്തോട്ടമാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഓ, തുടർച്ചയായിട്ടുള്ള മോശം വാർത്തകൾക്ക് ശേഷം കേൾക്കുന്ന നല്ലൊരു വാർത്തയാണ്. അല്ല, യുദ്ധത്തെ കുറിച്ചുള്ള പുതിയ വാർത്തകൾ എന്താണ് ജോർജ് സഹോദര? നയപരമായിട്ടുള്ള പിൻവാങ്ങൽ ഞാൻ കേട്ടു. ചെറിയ ചെറിയ തിരിച്ചടികളൊക്കെ പ്രതീക്ഷിക്കാം. കാര്യങ്ങൾ ചിലപ്പോൾ നേരെയായെന്നും വരാം. അതൊക്കെയാണ് യുദ്ധത്തിന്റെ ഭാഗ്യനില. നിങ്ങൾ അതിനെ കുറിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ മൈക്കൽ? ജോർജ്, അവൻ ചുമയ്ക്കുന്നു. ഡോക്ടർ, ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ എന്നെ അനുവദിക്കണം. ചെറു ചൂടുവെള്ളത്തിൽ കുട്ടിയെ കുളിപ്പിക്കുന്നതിന് ഞാൻ എപ്പോഴും എതിരായിരുന്നു. ഈ ചെറു ചൂടുവെള്ളത്തിൽ കുട്ടിയെ കുളിപ്പിച്ചത് കൊണ്ടാണ് മഹാപ്രഭു ഇതെല്ലാം ഉണ്ടായത്. ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല. കുളിക്കാനുള്ള വെള്ളത്തിൽ എന്ത് ചൂട് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്? നമ്മളുടെ മഹാനും പ്രിയങ്കരനുമായ കൊട്ടാരം ഡോക്ടറാണ് പറഞ്ഞത്. ജോർജി അവനെ പാലിക്കുന്നുണ്ടെന്ന് നോക്കൂ. ഡോക്ടർ, ഇനി മുതൽ അത് കൃത്യമായി ശ്രദ്ധിച്ചുകൊള്ളാം മഹാപ്രഭു. ഞാൻ അത് മറക്കുകയില്ല. കേട്ടോളൂ, ഇതെന്റെ കൽപ്പനയാണ്. എന്റെ കാലിന് എന്തെങ്കിലും വേദന സംഭവിച്ചാൽ ഡോക്ടർമാരുടെ പാദത്തിലാണ് അടി. പണ്ട് നിന്റെയൊക്കെ തലവെട്ടിക്കളയാനുള്ള നിയമമുണ്ടായിരുന്നു. വരൂ, നമുക്ക് പള്ളിയിലേക്ക് പോകാം. പട്ടണത്തിൽ നിന്ന് ദൂതന്റെ വാർത്തയുണ്ട്. പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഏതായാലും വേണ്ട സാൽവ. ഇപ്പൊ എന്തായാലും മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പോയി എന്തെങ്കിലും കഴിച്ചാൽ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം നിങ്ങളെ കാണുന്നതാണ്. നഗരം നിശബ്ദം. ദേവാലയ മുറ്റത്ത് പ്രാവുകൾ പറക്കുന്നു. കൊട്ടാരം കാവൽക്കാരൻ ഒരുവൻ നദിക്കരയിൽ നിന്നും കെട്ടുമായി വന്ന് വീട്ടു ജോലിക്കാരെ പ്രണയപരവശനായി നോക്കുന്നു. മരിയൂതി ഇന്ന് പള്ളിയിലേക്ക് പോയില്ലേ? ഒഴിഞ്ഞു മാറി കടക്കുകയാണല്ലേ? ഞാൻ പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാ. അപ്പോഴാണ് ഇന്നത്തെ ഈസ്റ്റർ സദ്യക്ക് ഒരു താറാവിന്റെ പുറമുണ്ടെന്ന്. അപ്പൊ എന്നോടൊന്ന് പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. കാരണം
താറാവ്. അന്ന് എനിക്ക് ആ താറാവിനെ ഒന്ന് കണ്ടാക്കൊള്ളാം. പെണ്ണുങ്ങളുടെ കാര്യത്തിലേ എപ്പോഴും സൂക്ഷിച്ചേ മതിയാവും. താറാവിനെ കൊണ്ടുവരാനാണ് പോയതെന്ന് അവർ പറയും. പക്ഷെ പിന്നീട് തെളിയും മറ്റെന്തിനോ ആണ് പോയതെന്ന്. ഇതിന് ഏകദേശം ഒരു 15 കിലോ തൂക്കമെങ്കിലും കാണും. ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് അതിന് തൂവലെന്ന് കാണിച്ചു തരാം. സമ്മതിച്ചു. ഇത് താറാവിൽ തന്നെ റാണിയാണെന്ന് തോന്നുന്നു. രാജപ്രഭു ഇതൊറ്റയ്ക്ക് തിന്നുമായിരിക്കും അല്ലേ? പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, മാന്യവതി ഇന്ന് നദിക്കരയിലേക്ക് വരുന്നു. ആ കോഴി വളർത്തൽ കേന്ദ്രത്തിലേക്ക്. നദിക്കരയിലുള്ള കോഴി വളർത്തൽ കേന്ദ്രത്തിലേക്ക്, അല്ലാതെ അതിനപ്പുറത്തുള്ള കുറ്റിക്കാട്ടിലേക്കല്ല. അല്ല, ഞാൻ അവിടെ തുണി അലക്കാനൊക്കെ പോകാറുള്ളൂ. ഓ, അങ്ങനെയാണോ? എങ്ങനെയാണ്? തീർച്ചയായും അത് എനിക്കെന്താ അവിടെ തുണി അലക്കാമോ കൂടെ? മറിഞ്ഞു നിന്നുകൊണ്ട് എല്ലാം കാണത്തക്ക നിലയിലുള്ളത്. പട്ടാളക്കാർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. പറഞ്ഞു തീർത്തൊന്ന് അവസാനിപ്പിക്കും. ചില കാര്യങ്ങൾ സംഭവിക്കുന്നു, അപ്പോൾ ചിലരത് കാണുകയും ചെയ്യുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച ആ ഉഷ്ണ സമയം ഞാൻ എന്റെ കാൽവിരലുകൾ വെള്ളത്തിൽ മുക്കിയിട്ട് കാര്യമാണോ? അല്ലാതെ അവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല. കാൽവിരലുകൾ മാത്രമല്ല, ഏറിപ്പോ എന്റെ പാദമായിരിക്കണം. പാദവും അത് കൂടാതെ. സൈമൺ ചാച്ചോ, നിനക്കൊരു ലജ്ജ തോന്നിക്കുന്നില്ലേ? ഒരു ഉഷ്ണ സമയം ഒരു സ്ത്രീ വെള്ളത്തിൽ കാലിടുന്നവരെ നോക്കി നിൽക്കാൻ കൂടി പട്ടാളക്കാരും കാണുമല്ലേ? ഞാൻ ഒറ്റയ്ക്കായിരുന്നു. നഗരം നിശബ്ദം. പക്ഷെ എന്തിനാണ് ഇത്ര ആയുധധാരികൾ? കൊട്ടാരം ശാന്തം. പക്ഷെ ഇതൊരു കോട്ട പോലെ. എല്ലാവരും വേഗം തയ്യാറാവൂ. ഗവർണർ തന്റെ വീട്ടിലേക്ക് മടങ്ങി. പക്ഷെ അതൊരു കെണിയാണ്. താറാവ് പാകം ചെയ്തിരുന്നു, പക്ഷെ ആരും കഴിച്ചിട്ടില്ല. ഉച്ച ഭക്ഷണ സമയം മരണ സമയമായി മാറി. ഈ ചേരിയിൽ താമസിക്കുക എന്ന് പറയുന്നത് തന്നെ അസാധ്യമാണ്. ജോർജ് ആണെങ്കിൽ എല്ലാം മയക്കുന്ന പേരിലാണ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഒന്നുമില്ല. ഷാൽവ, നമ്മുടെ ബന്ധുവിന്റെ ഈസ്റ്റർ ആശംസകൾ കേട്ടില്ലേ? സാർ, പട്ടണത്തിൽ നിന്നുള്ള ദൂതന്റെ വാർത്ത. ആഹാരത്തിന് മുമ്പ് ഏതായാലും വേണ്ട ഷാൽവ. അല്ല, നീ എന്താ ഇവിടെ? അവനെ നിരാശനാക്കൂ. ഓ, ഗവർണർക്കെതിരെയുള്ള ലഹളയാണല്ലേ? വഴിയിൽ മാറി നിൽക്ക്. വിടാ ശക്തനെ. ഈ നേരമെങ്കിലും അന്തസ്സോടെ നീ പോക രാജാവേ. അത്രയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുക. നിനക്കിനി വാസ്തുശില്പിയുടെ ആവശ്യമില്ല, ഒരിക്കലും ആവശ്യമില്ല. നിനക്കിനി ഒരാശാരി മതി. നിന്റെ പുതിയ വീട് ഈ ഭൂമിയിലെ ഈ കുഴിയാണ്. ഒന്നുകൂടി നോക്ക് അന്ധനായ മനുഷ്യ. പ്രമുഖന്മാരോട് ഗ്രഹങ്ങൾ തകർന്ന് വീഴുമ്പോൾ അത് പതിക്കുന്നത് സാധാരണ ജനങ്ങളുടെ തലയിലാണ്. നീ അറിഞ്ഞോ? ഗവർണറുടെ ഭാര്യ അവിടെ നടന്നു വീണു. ആരെങ്കിലും അവര് ചുവന്നു മാറ്റൂ. രക്ഷിക്കണം. നമ്മളോ നമ്മളെ കോഴിക്കുഞ്ഞിനെ പോലെ കശാപ്പ് ചെയ്യപ്പെടും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ആരും പേടിക്കണ്ട. നമുക്ക് 5 ദിവസത്തേക്ക് ഭക്ഷണം എത്രയും പെട്ടെന്ന് എത്തുക. ഡോക്ടർ, ഡോക്ടർ, ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ താങ്കളുടെ സ്ഥാനം നദാല അബാഷ്വിലിക്ക് അടുത്താണ്. ഇന്ന് എന്റെ കൂടെ അല്ല, നിങ്ങളുടേതാണ്. അല്ലല്ല, നിങ്ങളുടെ തന്നെയാണല്ലോ. ആയിരിക്കാം, പക്ഷേ ഈ നശിച്ച സമയത്ത് ആ കുഞ്ഞിനെ നോക്കിയിരിക്കും. ഓ, നിങ്ങൾ നിങ്ങളുടെ കടമ അങ്ങ് മറക്കുന്നു. കടമ ഉലയ്ക്കണം. പട്ടണത്തിൽ എന്തോ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. പട്ടാളക്കാര് പിന്നിലാണെന്ന് അറിഞ്ഞോ? അല്ല, കൊട്ടാരം സൂക്ഷിക്കുന്ന ഭടന്മാരെ കാണുന്നില്ല. പട്ടാളക്കാർ ലഹളം തുടങ്ങിയില്ല. രാത്രിയാവുമ്പോ ഈ സമയമുണ്ടല്ലോ, അതുവരെ എന്താ ഈ ചവറ മദ്യപിക്കാന്ന് പോകുന്നത്. എന്താ നടന്നത് ആർക്കെങ്കിലും അറിയാമോ? പറഞ്ഞത് തലസ്ഥാനത്തെ ആകാശത്ത് ഒരു ചുവന്ന വാൽനക്ഷത്രത്തിനെ കണ്ടുവന്ന ആപത്തുണ്ടാക്കും. പേർഷ്യ യുദ്ധത്തിൽ തോറ്റുന്ന അവർ ഇന്നലെ
തലസ്ഥാനത്ത് പറയുന്നുണ്ടായിരുന്നു. ഞാൻ കേട്ടത് നമ്മുടെ രാജപ്രഭു ഒളിച്ചോടി പോയി. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രഭുക്കന്മാരൊക്കെ തൂക്കിലിട്ടപ്പെട്ടിട്ടുണ്ടോ? നമ്മളെ പോലെ ഉള്ളവർ ഒന്നും ചെയ്യില്ല. എല്ലാവരും പെട്ടെന്ന് ആട്ടത്തിലേക്ക് വരൂ. ദ്രുഷ ഒടുവിൽ കണ്ടെത്തി. ദ്രുഷ, നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ എന്ത് ചെയ്യാനാ? പ്രശ്നങ്ങൾ വഷളാവുന്നതിന് മുമ്പ് മലനാട്ടിലുള്ള ചേട്ടൻ്റെ അടുത്തേക്ക് പോകും. നിങ്ങളോ? എന്നെ പറ്റി വിഷമിക്കണ്ട. ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചതിൽ സന്തോഷമുണ്ട്. എനിക്ക് കിട്ടിയ കൽപ്പന നദേല അഭാഷയിലെ അകമ്പടി സേവിക്കാനാണ്. ഒരു കൊട്ടാരൻ രക്ഷാസേവകൻ എന്ന നിലയിൽ എനിക്ക് അതിന് പോകണം. ഞാൻ കേട്ടത് സത്യമാണ്. നമ്മുടെ കാവൽ പട്ടാളം ലഹള കൂടിയെന്ന്. അതെ, അത് ശരിയാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ കൂടെ പോകുന്ന അപകടമല്ലേ സൈമൺ? നെറ്റ്ഫ്ലിക്സിൽ ഒരു ചൊല്ലുണ്ട്, കുത്ത് കത്തിക്ക് പൊത്തനെയാണ്. നിങ്ങൾ കത്തിയല്ല, ഒരു മനുഷ്യനാ. പിന്നെ അവര് നിങ്ങളെ ആരാ? എന്റെ ആരുമല്ല, പക്ഷേ എനിക്ക് കിട്ടിയ ഉത്തരവ് അതാണ്. ഈ പട്ടാളക്കാരന്മാരുണ്ടല്ലോ, എല്ലാവരും മണ്ടന്മാരാ. ഒരാവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ എടുത്തില്ലാതെ ഒരാവശ്യമില്ലാതെ. നിൽക്കൂ, നമുക്ക് രണ്ടുപേർക്കും ധൃതിയുള്ളതായോണ്ട് നമുക്ക് തർക്കിക്കണ്ട. ഞാൻ ചോദിച്ചോട്ടെ, മാതാപിതാക്കൾ? ഇല്ല, എനിക്കൊരു സഹോദരൻ മാത്രമേ ഉള്ളൂ. സമയം കുറവായതുകൊണ്ട് എന്റെ രണ്ടാമത്തെ ചോദ്യം, മാന്യ യുവതി ആരോഗ്യവതിയാണോ? വലത് തോന്നുന്നത് വേദന വെച്ച് എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല. പനിയൊക്കെ എടുക്കാനുള്ള ആരോഗ്യം എന്തായാലും എനിക്കുണ്ട്. അതെല്ലാവർക്കും അറിയാം. ഈസ്റ്റർ ഞായറാഴ്ച പോലും ഒരു താറാവിന് ആവശ്യമായി വന്ന് കൊണ്ടുവരേണ്ടത് അവളാണ്. മാന്യ യുവതി ക്ഷമയില്ലാത്തവളാണ്. മഞ്ഞുകാലത്ത് പഴങ്ങൾ തിന്നാൻ ആഗ്രഹിക്കുന്നു. ക്ഷമയ്ക്കൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ യുദ്ധത്തിന് പോയ പട്ടാളക്കാരനെ പറ്റി അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ക്ഷമയ്ക്ക് ഇച്ചിരി കുറവുണ്ടാവും. തീർച്ചയായും ഒരു എഴുത്ത് തരും. നിൽക്കൂ, അവസാനമായ അപ്രധാന ചോദ്യം. എനിക്ക് അകത്തേക്ക് പോകണം. നല്ല തിടുക്കമുണ്ട്. എന്റെ ഉത്തരം അതേതാണ്. ധൃതി പിടിച്ചാൽ നാശമെന്നാണ് പറയുക. ഞാൻ വരുന്നത് മാന്യ യുവതി എന്നെ പറ്റി അന്വേഷിച്ചിരിക്കുന്നു. ആരോഗ്യമുണ്ട്. മാസം 10 നാണയങ്ങൾ നേടുന്നു. അവർ പേമാസ്റ്റർ ആക്കി കഴിഞ്ഞാൽ 20 നാണയം വേറെ. ഞാൻ ആദരപൂർവ്വം ആ കൈകൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. സമ്മതമാണ് സൈമൺ. ഈ കുരിശുമാല എന്റെ അമ്മ എനിക്ക് തന്നതാണ്. വെള്ളിമാലയാണ്. ഇതെപ്പോഴും ഇതെപ്പോഴും നീ ധരിക്കണം. എനിക്ക് കുതിരകളെ കൂട്ടാൻ പോണം. മാന്യ യുവതിക്ക് അടുത്തടുത്തേക്ക് പോകണമല്ലേ? ആ സ്ത്രീയെ ഭദ്രമായി എവിടെയെങ്കിലും എത്തിക്കുക എന്നാണ് കടമ. യുദ്ധം തീർന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. 2 ആഴ്ചക്കകം, അല്ലെങ്കിൽ 3. അതുവരെ കാത്തിരിക്കാൻ എന്റെ വധുവാകാൻ പോകുന്നവർക്ക് സമ്മതമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും സൈമൺ. നന്ദി കൃഷ. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. പോയി കുതിരകളെ കൂട്ടു. ഈ പെട്ടികൾക്ക് വേഗം തുറക്ക്. പെട്ടെന്ന് തുറക്ക്. ഓ, ഇതിന്റെ ആ കസവ് വെച്ച വസ്ത്രം എവിടെ? ആ മഞ്ഞ വസ്ത്രം എവിടെ? ഓ, ആ ചുവന്നത് കാണുന്നില്ല. ഓ, ശാൽവ, പട്ടണത്തിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിച്ചോ? ഇല്ല, പട്ടണത്തിൽ നിന്ന് ഇതുവരെ അങ്ങനെയുള്ള യാതൊരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല. ഗവർണറെ പറ്റി എന്തെങ്കിലും വിവരം? ഇല്ല, പക്ഷേ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിറങ്ങണം. ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങും. ആവശ്യമുള്ളത് മാത്രം. എന്നെ ആ പട്ടുവസ്ത്രങ്ങൾ കാണുന്നില്ല. ഓ, ആ പലരും പിടിപ്പിച്ചത് എവിടെ? ഓ, ചോദിച്ച പാടിനോട് പറഞ്ഞല്ലേ, പോയാ തുണികളെടുത്തോണ്ട് വാ. അവനെ ഒന്ന് ശരിക്കും പിടിക്കേ. അതിന്റെ കയ്യോ വെച്ച് കീറാതെ. സത്യമായിട്ട് കൊച്ചിനെ ഊരിക്കേടുമില്ല. നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ കാവൽക്കാരനുമായി സംസാരിക്കുക എന്നല്ലാതെ നിനക്ക് മറ്റൊരു ചിന്തയുമില്ല. ഈശ്വരൻ, നിന്നെ ഞാനൊന്ന് കൊല്ലും. നദേല, നിങ്ങൾ ഇതുവരെ തയ്യാറായില്ലേ? അത് അവിടെ പട്ടണത്തിൽ തീ കത്തി തുടങ്ങിയിരിക്കുന്നു. അവരിനി എന്നെ ആക്രമിക്കുന്നു. ഓ, എന്റെ ആകാശം വെച്ച് വസ്ത്രം കാണുന്നില്ല.
ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് എത്തരത്തിലുള്ള വേലക്കാരികളെ ലഭിച്ചെന്ന് മനസ്സിലാവുന്നത്. ഇതൊന്നും ഞാൻ നടക്കുന്നു വിചാരിക്കണ്ട. മുതല, നിങ്ങൾക്ക് കുറച്ചുകൂടി ധൃതി കൂടിയേ മതിയാകും. അതാ പ്രധാന കോടതിയിലെ ജഡ്ജിനെ അവർ തൂക്കിലേക്കി. ആ നോക്ക്, ചേരി പ്രദേശത്തും തീരപ്പം കൊള്ള ആരംഭിച്ചിരിക്കുന്നു. ഇനി ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഈ വെള്ളിവസ്ത്രം കൂടിയേ തീരൂ. 10 നാട് വേണമെന്നില്ല. എനിക്ക് തോന്നുന്നു വണ്ടിയിലെ സവാരി ഉപേക്ഷിച്ച് കുതിരപ്പുറത്ത് പോകേണ്ടി വരുമെന്ന്. നിങ്ങളൊന്ന് പെട്ടെന്ന് വന്നാലും. നിങ്ങൾ എല്ലായിടത്തും വണ്ടിയിലോട്ട് വെക്കേ. വണ്ടിയില്ല, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാനും കാണില്ല. വേണമെങ്കിൽ വാ. എന്റെ ആ പട്ട് വസ്ത്രങ്ങൾ ഒന്ന് പെട്ടെന്ന് വാ. പിന്നെ ആ ചുവന്ന വസ്ത്രം, പിന്നെ ആ മുത്തു പിടിപ്പിച്ചത്, പിന്നെ ആ വെള്ളി വസ്ത്രം. ഞാൻ ഇങ്ങോട്ട് നോക്ക്. ഇവിടുന്ന് തീ കത്തുന്നെന്ത് തോന്നുന്നേ? അല്ല, ഇവരൊക്കെ പോയോ? അപ്പൊ നമ്മളെങ്ങനെ രക്ഷപ്പെടാം? നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്ന എന്താ ഒരു അപകടം തന്നെ. ഞാൻ കുറച്ച് കമ്പനി ആയിരിക്കോളാം. വേഗം വാ, നമുക്ക് അവരുടെ കൂടെ പോവാം. അവ പോയി കഴിഞ്ഞു. പോയി കഴിഞ്ഞോ? അപ്പൊ കുട്ടിയോ? ഇതിനെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു മൃഗങ്ങൾ. നീ ഇവനൊന്ന് പിടിച്ചേ. ഞാൻ അവരുടെ വണ്ടി എവിടെ എത്തി നോക്കട്ടെ. എന്താ സംഭവിച്ചേ? തല വെട്ടി. നമ്മുടെ യജമാനൻ കാലത്ത് പൂർണ്ണ ആരോഗ്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് മരിക്കേണ്ടി വരും. പാപികളായ നമുക്ക് മരിക്കേണ്ടി വരും. നമ്മുടെ യജമാനെ പോലെ. നിങ്ങൾ എന്തൊക്കെ പേടിക്കുന്നേ? നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ നീ ഈ കുട്ടീനെ എന്താ പിടിച്ചു നിൽക്കുന്നേ? അവരതിന് ഉപേക്ഷിച്ചു. ഇന്നലെ വരെ കാറ്റും വെയിലും കൊള്ളാതെ വളർത്തിയവൻ അവൻ വളർന്നു. നീ അവനെ താഴത്ത് കിടത്ത്. അതാ നല്ലത്. അവനെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ആളിന് എന്തു സംഭവിക്കാം? നീ അവനെ താഴത്ത് കിടത്ത്. നിങ്ങൾ ഇവിടെ നിൽക്ക്. ഞാൻ നമ്മുടെ സാധനങ്ങളൊക്കെ എവിടെ എത്തി നോക്കിയിട്ട് വരാം. ഇവിടെ നിൽക്ക്. നിന്നോടല്ല കുട്ടീനെ താഴ്ത്താൻ പറഞ്ഞേ. ഒരു അല്പസമയം പിടിച്ചോളാൻ പറഞ്ഞിട്ടാണ് അവര് പോയത്. ഇനി മണ്ടി ഒരാളും ഇപ്പൊ തിരിച്ചു വരാൻ പോകുന്നില്ല. ഈ കുട്ടി ഇവിടെ വിട്ടുകള. നുഷ, നീ നല്ല മനസ്സിന് ഉടമയാണ്, മനസ്സിലായി. പക്ഷെ ഈ കാര്യം ഓർത്ത് നോക്ക്. ഇപ്പോ ഈ കുടുംബത്തിലെ ഏറ്റവും അപകടകാരി ഈ കുട്ടിയാണ്. ഈ സ്വത്തിന് മൊത്തം അവകാശം ആരാ? ഇവനല്ലേ? നീ നിന്റെ കാര്യം ഒന്ന് രക്ഷിക്കാൻ നോക്ക്. ഈ കുട്ടീനെ ഇവിടെ വെച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം. പെട്ടെന്ന് കൃഷ. ഞാൻ പോരി തന്നെ വിട്ട്. അതൊന്ന് ഉയർത്തി കാണിച്ച്. സ്നേഹിതരെ, ഞാൻ കാര്യം കൽപ്പിക്കുമ്പോൾ നേരെ നടക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഞാൻ ഇന്ന് രാവിലെയും കൂടി പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ ഈ ഗവർണറോട്, എനിക്കിഷ്ടം തെളിഞ്ഞ ആകാശത്തെയാണെന്ന്. അല്ല, എനിക്കിഷ്ടം ആ തെളിഞ്ഞ ആകാശം പുലർന്നു വരുന്ന മിന്നലുകളെയാണ്. ഓ, ആ നശൂലം പിടിച്ച കുഞ്ഞിനെ അവർ കൊണ്ടുപോയി കളഞ്ഞു. എനിക്ക് അവനെ കിട്ടിയേ തീരൂ. അവനെ കൊണ്ടുവരുന്നവർക്ക് 1000 പൊന്നാണയം. അവൾ വാതിൽ പടിയിലെത്തിയപ്പോൾ ഒരു കുട്ടി വിളിച്ചത് കേട്ടപ്പോൾ തോന്നി. കരയുകയായ നില വ്യക്തമാനത് എന്നെ രക്ഷിക്കൂ എന്ന് വിളിച്ചു പറയുമ്പോൾ അത് കേട്ടപ്പോൾ അവൾ തിരിച്ചു ചെന്ന് അവസാനമായി ഒരിക്കൽ കൂടി കാണാം. 1-2 നിമിഷം കൂടി അവിടെ നിൽക്കാം. ഒരു പക്ഷെ അതിന്റെ അമ്മ വന്മാരെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പിരിഞ്ഞു പോകുമ്പോൾ ഒരു നിമിഷം ഇനിയും നിൽക്കുന്നത് ചിന്തിക്കുന്നത് അപകടം. വിലാപങ്ങളും തീയും കൊണ്ടും നഗരം നിറഞ്ഞിരിക്കുന്നു. നന്മയുടെ വശീകരണ ശക്തി
ഭീകരമാണ്. അവൾ കുറെ സമയം അവന്റെ സമീപം ഇരുന്നു. വൈകുന്നേരം വരെ, രാത്രി വരെ, ആദ്യ സൂര്യകിരണം വരുന്നത് വരെ അവൾ കുറെ നേരം ഇരുന്നു. അവൾ കുറെ നേരം നോക്കി. കുഞ്ഞു ശ്വാസമോ ശ്വാസം, കുഞ്ഞു കൈ. നേരം പുലർന്നു പോയി. അവൾക്ക് അവനോടുള്ള സ്നേഹം കൂടി. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു ദീർഘശ്വാസം എടുത്ത് കുനിഞ്ഞ് കുട്ടിയെ കോരിയെടുത്ത് അവിടെ നിന്ന് പോയി. ഒരു മോശന ദ്രവ്യം പോലെ അവൾ അത് എടുക്കൊണ്ടു പോയി. ഒരു കള്ളനെ പോലെ അവൾ അവിടെ നിന്നും മറിഞ്ഞു പോയി. ബ്രുസൂനി എന്ന പാതയിലൂടെ നഗരം പിന്നിട്ട് വടക്കൻ മലനിരകളിലേക്ക് പോകുമ്പോൾ അവൾ പാട്ടുപാടി, പാൽ വാങ്ങി. അവളെ പിന്തുടരുന്നവരിൽ നിന്നും അവളെ കെണിയിൽപ്പെടുത്താൻ വരുന്നവരിൽ നിന്നും ഈ സ്ത്രീ എങ്ങനെ രക്ഷപ്പെടും? അവൾ പാതയിലൂടെ ആ മുട്ടക്കുന്നുകളെ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ വീണ്ടും പാട്ടുപാടി, വീണ്ടും പാൽ വാങ്ങി. ഉച്ചയായി, ആഹാരത്തിനുള്ള സമയം. നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അപ്പൂപ്പ, കുറച്ച് പാല് കാണോ? ഉണ്ടെങ്കിൽ ഒരു അപ്പകഷ്ണം കൂടി. പാലോ? ഇവിടെ പാലൊന്നുമില്ല. ഇവിടെ താടുകളെല്ലാം നഗരത്തിലെ പട്ടാളക്കാർ തട്ടിക്കൊണ്ടുപോയി. വേണമെങ്കിൽ അവിടെ ചെന്ന് ചോദിക്കും. ഒരു കുട്ടിക്ക് വേണ്ടിയാ. ലേശം പാലുകൾ കാണും, ഒന്ന് നോക്ക്. ഓ, തന്നാ പുണ്യം കിട്ടുമായിരിക്കും അല്ലേ? പുണ്യം കിട്ടും ഇപ്പൊ ആരാ പറഞ്ഞേ? ഞാൻ പണം തരാം. എത്രയാ? 3 നാണയാവും. 3 നാണയോ? ആ, ഒരു തുള്ളി പാലിന്? ആ, അത് തന്നെ. 3 നാണയം. മൈക്കിൾ, 3 നാണയം എന്നെ കൊണ്ട് താങ്ങില്ല. ഇപ്പോഴേ ഈ വെള്ളം സമയല്ലേ? ഇവര് പാല് കൂടിയേ തീരൂ. നമുക്ക് നോക്കാം. അതെ, ഞാൻ പണം തരാം. ഞാനെ തല എടുത്ത് വീണാ മതിയായിരുന്നു. നാണയം മതിയെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷേ കുട്ടിക്ക് പാല് കൂടിയേ തീരൂ. നല്ല പാലാണ്. ഞങ്ങൾക്ക് 2 ദിവസത്തെ യാത്രയുണ്ട്. രണ്ട് നാണയോ? അതൊക്കെ മതി. പിന്നെ നിങ്ങളുടെ കച്ചവടം ഉണ്ടല്ലോ, കൊല്ലുന്ന കച്ചവടം. കൊല്ലുന്നത് ഞങ്ങളല്ല, പട്ടാളക്കാരാ. നീ കുടിച്ചോ. 3 നാണയം, എന്റെ 3 ആഴ്ചത്തെ ശമ്പളം. ഇവരുടെ ഒക്കെ വിചാരം ഞാൻ ചുമ്മാ ഇരുന്ന് പൈസ ഉണ്ടാക്കുവാണ്. അമ്മക്ക് ഇവിടുന്ന് പോകാൻ നോക്കും. എന്ത് ഭാരവാ. വടക്കോട്ടുള്ള ഗ്രൂഷ്യയുടെ പ്രയാണം തുടർന്നപ്പോൾ രാജകുമാരന്റെ പടയാളികൾ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. പട്ടാളക്കാർ, ബ്ലഡ് ഹൗസ്, അവർ രാവും പകലും വേട്ടയാടുന്നു. മരത്തലയാ,
ഞാൻ മരത്തലയാ, നീ ഒരു കോപ്പും ആവാൻ പോകുന്നില്ല. നീ ചെറിയ കാര്യങ്ങളിൽ പോലും വീഴ്ച വരുത്തുന്നുണ്ട്. ഇതെല്ലാം നിന്റെ മേലുകുത്തനായ ഞാൻ കാണുന്നുണ്ട്. ഇന്നലെ ഞാൻ ആ തടിച്ചിയെ കയറി പിടിച്ചപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ അവന്റെ കെട്ടിയോനും പിടിച്ചു കെട്ടി. എന്നിട്ട് അവന്റെ കൊട വയറിൽ തൊഴിക്കുകയും ചെയ്തു. എന്നാൽ നീ അതിൽ സന്തോഷിച്ചിരുന്നു? എടാ, നിന്നോടാണ് ചോദിച്ചത്. നീ അതിൽ സന്തോഷിച്ചിരുന്നു? പിന്നെ നീ ഇപ്പൊ ഇവിടെ കിടന്ന് തുള്ളുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആ കുതിരകളെ വിറ്റതിനല്ലേ നീ ഇപ്പൊ ഇവിടെ കിടന്ന് തുള്ളുന്നത്? ആ മണ്ട, ആ പേട്ടു കുതിരകൾക്ക് ഇതിൽ നല്ല വേറെ കിട്ടുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ കൊടുത്തത്. പിന്നെ നിനക്ക് മാർച്ച് ചെയ്യാൻ ഇഷ്ടമല്ലെന്ന് അറിയിക്കാനാക്കി തുള്ളൽ. എന്നാ നീ കേട്ടോ, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എഴുന്നേറ്റ് നിൽക്ക്. നിന്നോട് എഴുന്നേറ്റ് നിൽക്കാനാണ് പറഞ്ഞത്. നേരെ നേരെ നോക്ക്. മാർച്ച് മാർച്ച്. ഇങ്ങനെയല്ല, ദാ ഇവിടെ ഈ വടിയിൽ തട്ടണം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ഏട്ടാ, ഒരു നല്ല ഭടന്റെ ആത്മാവും മനസ്സ് എപ്പോഴും അർപ്പിതമായിരിക്കും. തന്റെ യജമാന്റെ ആജ്ഞ അവൻ ആവേശഭരിതനാണ്. തന്റെ യജമാനു വേണ്ടി തുണ്ടുകളായി അറക്കപ്പെടാനും അവൻ തയ്യാറായിരിക്കും. എന്നാ നിനക്കത് സാധിക്കില്ല. നീ ഒരു പട്ടിയെ പോലെ ഇവിടെ കിടന്നു മരിക്കും. ഇവനെ ഒരു വിട്ടി വെച്ചുകൊണ്ട് ആ തന്തയില്ലാത്ത കൊച്ചിനെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ? മരത്തലയ മുന്നോട്ട് വേഗത്തിൽ. സിറാ നദിക്കരയുടെ തീരത്ത് ഗ്രൂശ എത്തിയപ്പോൾ നദിയുടെ ഒഴുക്ക് അതിവേഗവും കുഞ്ഞിന് അമിത ഭാരവുമായിരുന്നു. കൃഷിയിടങ്ങളിലാണെങ്കിൽ പാഴ്ചെടികളും വിറക് ചാരത്തിന്റെ മണം. അതിനർത്ഥം അപകടം എന്നാണ്. ആ നിമിഷം അവൾക്കൊന്നും തോന്നിയില്ല. തന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാരം മാത്രമേ അനുഭവപ്പെട്ടു. അതെ, ഞാൻ ആ പശുക്കുട്ടിയെ അഴിച്ചു വിട്ടേക്കാ. ആ പശുക്കുട്ടി മൈക്കിളെ, നീ പിന്നെ തുണി നനച്ചു. പിന്നെ ഇവിടെയാണ് നമ്മൾ പിരിയാൻ പോകുന്നത്. നഗരത്തിൽ തന്നെ നല്ല ദൂരം. ഇത്ര ദൂരം എന്തായാലും നിന്നെ തേടി ആരും വരാൻ പോകുന്നില്ല. അത്രയ്ക്ക് ആവശ്യമൊന്നും കാണില്ല നിന്നെ കൊണ്ട്. പിന്നെ കൃഷിക്കാരി ദയുള്ളവളാണെന്ന് തോന്നുന്നു, അല്ലേ? ആളിന്റെ മണം നിനക്ക് കിട്ടുന്നില്ലേ? ഞാൻ നിന്നെ ഒരിക്കലും കൈ വിടില്ലായിരുന്നു മൈക്കിൾ. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. എത്ര ചെറിയ മൂക്കാറില്ലേ. ഇങ്ങനെ തുണി നനയ്ക്കാനൊന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു നിന്നെ പഠിപ്പിക്കില്ലായിരുന്നു. നിന്നെ ഞാൻ കൊണ്ട് നടന്നേനെ. പക്ഷെ എനിക്ക് പോയേ പറ്റൂ മൈക്കിൾ. നിന്റെ പട്ടാളക്കാരൻ തിരിച്ചു വരുമ്പോ നിന്നെ കണ്ടില്ലെങ്കിലോ? നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് പോയേ പറ്റൂ മൈക്കിൾ. എനിക്ക് പോയേ പറ്റൂ.
അതെ 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 എന്തുവാ എന്തോന്ന് ഇനി കുറച്ചും കൂടെ കറി എടുത്തോണ്ട് വാ. നിന്റെ അമ്മ എവിടെ? നിനക്കൊരു അമ്മയല്ലേ? ആൺകുഞ്ഞാണ്, നല്ല ഉടുപ്പ്, ഏതോ ഒരു വലിയ വീട്ടിലാണെന്ന് തോന്നുന്നു. നോക്ക്, കണ്ടാലറിയാം. നിറയെ കൊണ്ട് കിടത്തിയിട്ട് പോയിരിക്കുകയാണ്. ഇതിനെ നമ്മൾ വളർത്തോന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കൊണ്ട് കിടത്തിയെങ്കിൽ അവർക്ക് തെറ്റി. നീ ഇതിനാ പുരോഹിതന്റെ വീട്ടിലാട്ടെ കൊണ്ടുപോട്, അവര് വളർത്തിക്കോളും. നീ കുട്ടി എന്ത് ചെയ്യാൻ? കുഞ്ഞിനെ ആവശ്യം ഒരമ്മയെയാണ്. അതാ അവൻ ഉണരുന്നു. നമുക്ക് ഇതിനെ വളർത്തിക്കൂടാം, എന്താ? മര്യാദക്ക് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ അതിനെ കൊണ്ട് കൊടുക്കാൻ. അവനെ കിടക്കാൻ ഒരു മൂല മതി. ആവശ്യം ഒരു സ്വത്തിലാണ്. പാടത്തൊക്കെ പണിക്ക് പോകുമ്പോൾ ഞാൻ അവനെ കൂടി കൊണ്ടുപോയിക്കൊള്ളാം. ചിരിക്കുന്നത് കണ്ടോ? നമുക്കൊരു നല്ല വീടല്ലേ? നമുക്ക് ഇതിനെ വളർത്താം. പറഞ്ഞാ മതി, എതിർത്തൊന്നും പറയണ്ട. എന്തേലും കാണിക്കും. ഗ്രൂഷ, എന്താണ് ഇത്ര സന്തോഷം? വീട്ടിൽ പോകാൻ എന്താ ഇത്ര സന്തോഷം? അവിടെ സുരക്ഷിതരായിരിക്കും. എന്താ ഇത്ര സങ്കടം? അവനുള്ളപ്പോ ആരൊക്കെ അവന്റെ കൂടെ ഉള്ളോട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോ തനിച്ചായി പോയോ എന്നൊരു നീ എന്റെ കൈകളിലേക്ക് പാഞ്ഞു വന്നിരിക്കുകയാണ്. നീ എവിടെ നിന്നാണ് വരുന്നത്? നീ ശത്രുവുമായി അവിധം പുലർത്തുന്നുണ്ടോ? അവർ എവിടെയാണ്? അവർ എന്തെല്ലാം നീക്കങ്ങളാണ് നിന്റെ പുറകിലായി ചെയ്തു വെച്ചിരിക്കുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ മാറി നിൽക്കാം. ഞാൻ പിൻവാങ്ങാൻ എപ്പോഴും തയ്യാറാണ്. അല്ലടാ മരത്തലയാ, അതിൽ നിനക്ക് എന്നെ വിശ്വസിക്കാം. അതിൽ മാത്രം. നീ എന്തിനാണ് എന്റെ കുന്തത്തിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? നിനക്കൊരു കാര്യം അറിയുന്നു, യുദ്ധം തുടങ്ങിയാൽ എന്റെ കുന്തം താഴുകയില്ല. ഞാൻ മരത്തലയാ, കണ്ടു പഠിച്ചോ. അപ്പോൾ മാന്യ യുവതി, താങ്കൾ എവിടേക്കാണ് പോകുന്നത്? സൈമൺ ചാച്ചയെ കാണാൻ. എന്റെ ഭാവി ഭർത്താവ് കൊട്ടാര രക്ഷാസേനയിലുള്ളതാ. ഞാനൊരു കത്തിട്ടാ മതി, ഇന്ന് വന്നോളൂ. ഓ, സൈമൺ ചാച്ചുവാ? എനിക്ക് അദ്ദേഹത്തെ നന്നായി അറിയാം. അല്ലടാ, അദ്ദേഹം നിന്നെ നന്നായി നോക്കിക്കോണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ മരത്തലയാ. നമ്മളുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തുകയാണോ? നീ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. എനിക്ക് നിന്നിൽ നിന്ന് ഒരു കുട്ടിയെ വേണം. അവൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് നിന്നിൽ നിന്നൊരു കുട്ടിയെ വേണം. ഒരു വലിയ കുടുംബത്തിലെ കുട്ടി, പട്ടുവസ്ത്രം അണിഞ്ഞവൻ. പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ കുട്ടിയോ? അതെ, കുറച്ചു കാലങ്ങളായി ഞങ്ങൾ അവന് വേണ്ടി അന്വേഷിക്കുകയാണ്. നീ അവനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നോ? ഇല്ല, ഞാൻ എങ്ങും വെച്ച് കണ്ടില്ല. ഓട് ഗ്രൂഷ, ഓട്.
രക്ഷിക്കുക നീ നിസ്സഹായരായ ജനങ്ങളെ. രക്തരൂക്ഷിതമായ സമയങ്ങളിൽ നല്ല ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവനെ ഒളിപ്പിക്കോ, അവനെ ഒളിപ്പിക്കേ. ഞാൻ അവനെ ഇവിടെ കൊണ്ട് കിടത്തിയേ. അവൻ എന്റെ കുട്ടിയൊന്നുമല്ല, വലിയ വീട്ടിലെ ഒരു കുട്ടിയാ. അവനെ തേടി പട്ടാളക്കാരാ വരുന്നത്. ആര് വരണമെന്ന്? പട്ടാളക്കാരോ? അതെ, അവരാ കുട്ടി അന്വേഷിച്ചാണ് വരുന്നത്. എന്റെ വീട്ടിൽ അവർക്ക് കാര്യമില്ല, പക്ഷെ നിന്നോട് അല്പം സംസാരിക്കേണ്ടിയിരിക്കുന്നു. ആ പട്ടുവസ്ത്രങ്ങൾ മാറ്റണം, അത് സത്യത്തിനെ വെളിപ്പെടുത്തും. പട്ട് ഉളക്ക ഈ വീട്ടിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഈ വീട്ടിൽ കയറി ഇറങ്ങാതെ നീ എന്തിനാണ് ഇവനെ ഉപേക്ഷിച്ചത്? അത് പാവമല്ലേ? നോക്ക്, അവരാ മരത്തിന് താഴെ വരെ എത്തി. ഞാൻ അവിടെ ഓടി പോകരുതായിരുന്നു. അവർക്ക് ഉറപ്പായിട്ടും സംശയം ഉണ്ടാക്കിയിട്ടുണ്ടോ? അവരെ കുട്ടി അന്വേഷിച്ചാണ് വരുന്നത്. അവരകത്ത് വന്ന് കുട്ടി നിങ്ങളുടേതാണെന്ന് പറയണം, അല്ലെങ്കിൽ അവരെ കുട്ടി ഉപദ്രവിക്കും. അവരെ കുട്ടി ആവശ്യപ്പെട്ടു ജോലിക്കാർക്കുള്ള പണം വീട്ടിനുള്ളതാണ്. അതാ പറഞ്ഞ കുട്ടി നിങ്ങളുടേതാണെന്ന് പറഞ്ഞേ പറ്റൂ. പക്ഷെ അവരെന്നെ വിശ്വസിച്ചില്ലെങ്കിലും തറപ്പിച്ച് പറഞ്ഞാ മതി. അവർ ഈ വീടിന് തീ വെക്കുമോ? അതാ ഞാൻ പറഞ്ഞേ, നിങ്ങളൊന്ന് തറപ്പിച്ച് പറഞ്ഞേ പറ്റൂ കുട്ടി നിങ്ങളുടേതാണെന്ന്. ഇങ്ങനെ വിറയ്ക്കാതെ ഒരിടത്ത് നിൽക്കേ. അവരെ കടന്ന് ശ്രദ്ധിക്കും. അവന്റെ പേര് അവന്റെ പേര് മൈക്കിൾ എന്നാ. ഞാൻ പറയുമായിരുന്നു. നിങ്ങൾക്കൊരു കുട്ടിയില്ലേ? അവൻ യുദ്ധത്തിന് പോയിരിക്കുകയാണ്. അവന് ഇതുപോലെ ഏതെങ്കിലും ഒരു ഇരുമ്പ് ചട്ടക്കാരനായിരിക്കും. കുട്ടികളെ കുത്ത കൊണ്ട് നോവിക്കും. നിങ്ങളത് നോക്കി വെക്കുവോ? നിങ്ങൾ ചോദിക്കലേ ഞാൻ ഇതിനാണ് നിന്നെ വളർത്തിയത്? അത് ശരിയാണ്. ഇവിടെ വെച്ച് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ കുട്ടി നിങ്ങളുടേതാണെന്ന് പറയാൻ എനിക്ക് സത്യം ചെയ്യും. പറയാം. അവരിങ്ങെത്തി. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ അവൾ ഇവിടെ കാണുമെന്ന്. മണത്ത് കണ്ടുപിടിക്കാനുള്ള എന്റെ കഴിവ് അപാരം തന്നെ. അല്ല, നീ എന്തിനാ ഓടിയത്? ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് അല്ല, നിനക്ക് അങ്ങനെ തോന്നി, അത് സമ്മതിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ പാലടുപ്പിൽ വെച്ചിരിക്കുവായിരുന്നു അല്ലേ? ഓ, അങ്ങനെയാണോ? അതോ ഞാൻ നിന്നെ മോശമായ രീതിയിൽ നോക്കിയെന്ന് നിനക്ക് തോന്നിയോ? എനിക്കെന്തോ തെറ്റായ താല്പര്യമുണ്ടെന്ന്. ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഒരുപക്ഷെ നമ്മൾ രണ്ടുപേര് മാത്രമായിരുന്നെങ്കിൽ എനിക്ക് നിന്നോട് പലതും തോന്നുമായിരുന്നു. എന്തേ, നിനക്ക് പുറത്ത് പണിയൊന്നില്ലേ? എന്റെ കോഴിക്ക് തീറ്റ കൊടുക്കാനോ പറ്റോ? എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. വീടിന് തീ വെക്കുന്നത് നീ ഇതെന്ത് കോപ്പ പറയണേ? സത്യമായിട്ട് എനിക്ക് ഉറപ്പാകുന്നില്ല. ഇവളാണ് ഈ വീടിനെ ഇതിന് ഉപേക്ഷിച്ചത്. ഓ, ഇതൊരു കൊച്ചു സാധനമുണ്ടല്ലേ? ഇവളെ പിടിച്ച് പുറത്തു കൊണ്ടോടാ. എനിക്ക് ഇവളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. വേഗത്തിൽ. അമ്മേ, നിങ്ങൾ തേടുന്ന കുട്ടി അതല്ല, അവൻ എന്റെ കുട്ടിയാ. എനിക്ക് നിന്റെ 1000 പൊൻപണം ലഭിക്കാൻ പോകുന്നു അല്ലേ? അവൻ എന്റെ കുട്ടി. നിങ്ങൾ പട്ടുവസ്ത്രങ്ങൾ അവൻ എന്റെയാ. ഇവനെയാണ് ഞാൻ ഇത്രയും നേരം അന്വേഷിച്ചു നടന്നത്. നിന്നെ എവിടെയെല്ലാം ഞാൻ അന്വേഷിച്ചു. നിന്റെ 1000 പൊൻപണം, പട്ടുവസ്ത്രങ്ങൾ എല്ലാം നിന്റെ കയ്യിലാണ്.
എന്തേ പോയി പിടിക്കോ 22 ദിവസം സൈനികരെ ഭയന്നോടിയ ആ ദിവസങ്ങൾക്ക് ശേഷം ഗ്രൂഷ ഹിമാലയ പരിസരത്ത് വെച്ച് കുഞ്ഞിനെ തന്റേത് മാത്രമാക്കി. നിസ്സഹായരെ ദത്തെടുത്തു. തന്നെ പിന്തുടർന്നു വരുന്ന പട്ടാളക്കാരിൽ നിന്നും അകന്ന് ഹിമാലയ്ക്ക് കുറുകെ കിഴക്കൻ ചെരുവിലെ ഗ്രാമങ്ങളിലേക്കുള്ള പാളത്തിലെത്തുകയും അവിടെ നിന്ന് തങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കാവുന്ന തകർന്ന പാലത്തിലെത്തുകയും ചെയ്തു. പതുക്കെ പതുക്കെ, നിന്നെ കൊണ്ട് ഈ പാലം നടക്കാൻ കഴിയില്ല. എനിക്ക് പാലം കടന്നേ പറ്റൂ. കുട്ടി അപ്പുറത്തെത്തിക്കേണ്ടേ എന്റെ ചേട്ടന്റെ അടുത്ത്. നിനക്ക് ഈ പാലം കടക്കാൻ ഒക്കുകയില്ല. ഇയാൾക്ക് 2 മണിക്കൂറായി ആ കാര്യം പിടിച്ച് വലിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഒന്നും ആയില്ല. എന്താ ആ ശബ്ദം കേൾക്കുന്നത്? പാലത്തിന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. സൂക്ഷിച്ചാൽ എനിക്ക് അപ്പുറം കടക്കാൻ പറ്റും. ഒരു പിശാച് എന്നെ വന്ന് നിർബന്ധിച്ചാലും ഞാൻ അപ്പുറം കടക്കുകയില്ല. ഒന്ന് വേഗം പോയി നോക്കടാ. അയാളോട് ഒച്ച വെക്കാതിരിക്കാൻ പറയൂ. താഴെ നിന്ന് ആരോ വരികയാണെന്ന് തോന്നുന്നു. വഴി തെറ്റിയതാവാം. അല്ല, അയാൾക്ക് എന്തുകൊണ്ട് ഒത്തുവെച്ചുകൂടാ? അവര് നിന്നെ അന്വേഷിച്ചാണോ വരുന്നത്? ആ, എന്നെ അന്വേഷിച്ച് തന്നെയാ വരുന്നത്. ഇരുമ്പ് ചട്ടക്കാര്. ഇരുമ്പ് ചട്ടക്കാരനോ? ആ അതെ, ഞാനാണെങ്കിൽ ഒരുത്തന്റെ തലക്കിട്ട് അടിച്ചു. നമുക്ക് ഈ സാധനങ്ങൾ ഒളിപ്പിക്കാം. നീ ഇതെന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? അവരുടെ കയ്യിൽ നിന്നെ കിട്ടി ഇടിച്ച് ചമ്മന്തിയാക്കി. പക്ഷെ എനിക്ക് പാലം കടന്നേ പറ്റൂ. നിനക്കത് സാധിക്കില്ല. 2000 അടിയുള്ള കൊക്കയാണ്. ഇനി നമുക്ക് ഈ കയർ പിടിച്ചു വെക്കാമെന്നിരിക്കട്ടെ. പക്ഷെ ഇരുമ്പ് ചട്ടക്കാര് വരുമ്പോ അവർക്കും നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കേണ്ടി വരും. എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് പാലം കടന്നേ പറ്റൂ. അവൾ മുകളിലുണ്ട്. നീ എത്ര ശ്രമിച്ചാലും നിനക്ക് ആ പാലം കടക്കാൻ സാധിക്കില്ല. നീ ഒന്ന് താഴേക്ക് നോക്ക്. 2000 അടിയാ. ഒരു മോർ എനിക്ക് 2000 അടി. അതിലെ കഷ്ടമാണ് ആ മനുഷ്യര്. അവർ നിന്നെ തേടിയാണ് വരുന്നതെങ്കിൽ നീ നിന്റെ ജീവൻ അപകടത്തിലാക്കിയോ? എന്തിനാണ് ആ കൊച്ചിന്റെ ജീവൻ അപകടത്തിലാക്കുന്നത്? നീ ആ കുഞ്ഞിനെ ഇതാ. നിനക്ക് അപ്പുറം കിടക്കാൻ സാധിക്കില്ല. ജീവിച്ചാലും മരിച്ചാലും മരിച്ചാലും നമ്മളെ സാധിച്ചു. പക്ഷെ ഇത് ദൈവത്തിന് നടക്കുന്ന പ്രവൃത്തിയാണ്. നിങ്ങളൊരു സ്ത്രീയെ കണ്ടു. അവളുടെ കയ്യിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവളതാ അപ്പുറത്ത്. പോയി പിടിക്ക്. നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. നിങ്ങളുടെ പാലം ഈ പാലം താങ്ങുകയില്ല. ഓ, ഇതിനെല്ലാം കാരണം നീ ഒറ്റൊരുത്തനാണ്. ദിവസമായുള്ള യാത്ര തുടർന്നു. സഹോദരന്റെ വീട്ടിലേക്കുള്ള നടത്തത്തിനിടയിൽ അവൾ കരുതി, താൻ അവിടെ എത്തുമ്പോൾ അവൻ വന്ന് തന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് പറയും, എന്റെ സഹോദരിയല്ലേ ഇത്? എത്ര കാലമായി ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നോ? ഗ്രൂഷ, നീ ഇതെവിടെ നിന്ന് വന്നു? ഞാൻ ആ പാലം കടന്നിപ്പോ എത്തിയതേ ഉള്ളൂ. നീയോ? അതെ, ഞാനിവിടെ ഇരിക്കുന്ന കാണുന്നില്ല. ഗ്രൂഷ, ഇതാണ് എന്റെ ഭാര്യ അനിക്കോ. നീ കൊട്ടാര സേവനത്തിലാണെന്നാ നമ്മള് കരുതി. അതെ, ഞാൻ അവിടെ ആയിരുന്നു. അതൊരു നല്ല ജോലിയല്ലേ? നല്ലൊരു ജോലി നിനക്ക് കിട്ടിയെന്നാണല്ലോ നമ്മൾ അറിഞ്ഞേ. ആ, പക്ഷെ ഗവർണർ കൊല്ലപ്പെട്ടു. ഓ, എന്തൊക്കെയോ ലേളകൾ നടക്കുന്നുണ്ടെന്ന് ഞങ്ങളും അറിഞ്ഞിരുന്നു. നിന്റെ അമ്മായി ഇല്ലേ, അവരാണ് ഞങ്ങളോട് ഇത് പറഞ്ഞത്.
നീ അത് ഓർക്കുന്നില്ല എനിക്കോ? ഓർക്കുന്നുണ്ട്. ഈ പട്ടണക്കാർക്ക് പിന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാക്കിയേ പറ്റൂ. സോസോ, നീ ആ കേക്ക് അടുത്ത് നിന്നെടുക്ക്. സോസോ, ഇവര് എവിടെ പോയി കിടക്കണാവോ? സോസോ. ക്രൂഷ, ഈ കുട്ടിക്ക് അച്ഛനുണ്ടോ? ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവളില്ലേ അനിക്കോ? അവളൊരു സന്മാർഗിയാണ്. അല്ലെങ്കിലും ഒരു പണി പറഞ്ഞാ നീ എപ്പോഴെങ്കിലും പറഞ്ഞ സമയത്ത് ചെയ്തിട്ടുണ്ടോ സോസോ? എന്തെങ്കിലും ഒരു പണി ഏൽപ്പിച്ചാൽ ഒക്കെ ഞാൻ തന്നെ ചെയ്യണം. എന്തായാലും നല്ല വേലക്കാരെ നമുക്ക് കിട്ടും. ഒരു പണി ചെയ്യുന്നുണ്ടോ ഒറ്റകള്? നിനക്കൊരു കുട്ടിയുണ്ടോ? എന്റേതാണ്. ഏയ് വാ, അവിടെ ഇരിക്കാൻ കസാര എടുത്ത്. കർത്താവേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇത് വല്ല വിഷജനം മറ്റാണോ? അങ്ങനെയാണെങ്കിൽ ദേഹത്തൊക്കെ പാട് കണ്ടാണ് എനിക്കോ? ഇത് വേറെ ക്ഷീണം മാത്രമാണ്, ഭയപ്പെടാനൊന്നുമില്ല. ഈ കുട്ടി അവളുടേതാണോ? ഇവൻ എന്റേതാണ്. അവൾ അവളുടെ ഭർത്താവിനെ തേടി വന്നാണ് എനിക്കോ? അങ്ങനെയാണോ? നിങ്ങൾ ഉറച്ചത് എവിടെ തണുത്തോണ്ടിരിക്കുന്നു? അവനെപ്പേച്ച് നിങ്ങൾക്ക് പണ്ട് ഇഷ്ടമല്ലല്ലോ. പിന്നെ മാംസാഹാരം തണുത്ത അത് നല്ലതുമല്ല. നിങ്ങളുടെ വയറ് വളരെ ലോലമല്ലേ? ഗ്രൂഷ, നിന്റെ ഭർത്താവ് പട്ടണത്തിലില്ലെങ്കിൽ പിന്നെ എവിടെയാ? മലകൾക്കപ്പുറം എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ചേട്ടൻ എവിടെയെങ്കിലും ഒന്ന് കിടത്താൻ ഞാനൊരു കാര്യം പറയാം. ക്ഷയമാണ് രോഗമെങ്കിൽ എല്ലാവർക്കും പകർന്നത് തന്നെ. ഗ്രൂഷ, നിന്റെ ഭർത്താവ് ഒരു കർഷകനാണോ? അല്ല, അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ്. പക്ഷെ അയാൾക്ക് അയാളുടെ അച്ഛനിൽ നിന്നൊരു കൃഷിഭൂമി കിട്ടിയിട്ടുണ്ട്. അയാളെന്താ യുദ്ധത്തിനൊന്നും പോയില്ലേ? അയാൾ യുദ്ധത്തിലാണ്. എന്റെ പൊന്നെനിക്കോ, നിനക്ക് ആ കേക്ക് ഒന്ന് പോയി നോക്കിക്കൂടെ? അയാൾ ഇനി എപ്പ തിരിച്ചു വരാൻ? ഈ ആളുകൾ പറയുന്ന പോലെ യുദ്ധം വീണ്ടും പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. നീ ഇവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. ഗ്രൂഷ, നിനക്ക് കിടക്കാനുള്ള കിടക്ക ഞാനിപ്പോ തരാം. അനിക്കൊക്കെ ഒരു നല്ല ഹൃദയം കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ ആദ്യം അവൾ എന്തെങ്കിലും കഴിക്കണം. ചേട്ടാ, ഇവനൊന്ന് പിടിക്കോ? ഗ്രൂഷ, നിനക്ക് അധികം നാളിവിടെ കഴിയാൻ ഒക്കില്ല കേട്ടോ. അനിക്ക് ഒരു സന്മാർഗിയാന്ന് മനസ്സിലാക്കണം. സഹോദരിക്ക് അസുഖമായി. ഭീരുവായ സഹോദരനെ അവൾക്ക് അഭയം നൽകേണ്ടി വന്നു. ശരത്കാലം കഴിഞ്ഞു. ശൈത്യകാലം നീണ്ടതായിരുന്നു. ശൈത്യകാലം ചെറുതായിരുന്നു. അവൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിഞ്ഞില്ല. എലികൾക്ക് കടിക്കാൻ കഴിഞ്ഞില്ല. വസന്തം വന്നില്ല. നമുക്കിവിടെ കുറച്ച് ദിവസം കൂടെ പിടിച്ചു നിൽക്കാം. കുറച്ച് ദിവസം ഈ മഞ്ഞുകാലം തീരുന്നവരെങ്കിലും. അതുകൊണ്ട് ഈ പാറ്റകൾ എന്നുള്ള രീതിയിലെ ചെറുതായിട്ട് നമുക്കിവിടെ കുറച്ച് ദിവസം കൂടെ കഴിയാം. അപ്പോഴാണ് അനിക്കും നമ്മളിവിടെ ഉള്ള കാര്യം മറക്കുക. കുറച്ച് ദിവസം കൂടെ എങ്ങനെയെങ്കിലും പറ്റുമായിക്കാം. നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ പുതച്ചുകൂടിയിരിക്കുന്നത്? ഇവിടെ തണുപ്പുണ്ടോ? കുഴപ്പമൊന്നുമില്ല. തണുപ്പുണ്ടെങ്കിലേ മറ്റെവിടെങ്കിലും പോയി ഇരിക്കട്ടോ. അല്ലെങ്കിൽ അനിക്കൊക്കെ അത് ഭയങ്കര വിഷമമാകും. കാര്യം അനിക്കൊരു നല്ല ഹൃദയമുള്ളവളൊക്കെ ആണെങ്കിലും അവൾ ഒരു ലോല ഹൃദയം കൂടി ഉള്ളവളാണ് ഗ്രൂഷ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, അത് അപ്പൊ അവളുടെ മനസ്സിൽ കൊള്ളും. ചെറിയ കാര്യം മതിന്നേ അവളെ വിഷമിപ്പിക്കാനായിട്ട്. ഇവിടെ എലികളുണ്ടോ? എന്താണ് ഇക്കി വീഴുന്നത്? അത് പാട്ട ചോരുന്നതായിരിക്കും. അത്ര പാട്ടയായിരിക്കും. ഗ്രൂഷ, നീ ഇവിടെ വന്നിട്ട് 6 മാസമായി. അവളില്ല എനിക്കോ? അവളെന്നും നിന്റെ ആ പട്ടാളക്കാരൻ ഭർത്താവിനെ പറ്റി ചോദിക്കും.
അയാൾ എപ്പോ വരുമെന്ന്, വന്നാൽ തന്നെ നിന്നെയും കുട്ടിയെയും വന്ന് കാണുമെന്നൊക്കെ. പിന്നെ ഞാനാണ് അവളെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത്. നിനക്ക് വല്ല ധാരണയുണ്ടോ അയാൾ എപ്പോ വരുമെന്ന്? എന്തെങ്കിലും ഒരു സൂചന? ഓ, അപ്പൊ നീ അവന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മതിയാക്കി അല്ലേ? ഗ്രൂഷ, മഞ്ഞൊരുകി വസന്തമായി കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ തങ്ങാൻ ഒക്കില്ല. അവരില്ല ആ പട്ടാളക്കാര്, അവര് നിന്നെ തേടി ഇവിടെയും വരും. ഇപ്പൊ തന്നെ അവൈധ ബന്ധത്തിലുണ്ടായ ഒരു സന്തതിയെ പറ്റി നാട്ടുകാർ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദാ നോക്ക്, മഞ്ഞുരുക്കി ഗ്രൂഷ, വസന്തം ആവാറായി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം ഗ്രൂഷ. നിനക്ക് ഏതായാലും തങ്ങാനൊരിടം വേണം. പിന്നെ നിനക്കൊരു കുട്ടി കൂടി ഉള്ളതുകൊണ്ട് ഭർത്താവ് എന്തായാലും വേണം. അത് ഈ നാട്ടുകാരുടെ അപവാദം പറച്ചിൽ നിർത്താനെങ്കിലും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഞാൻ ചില അന്വേഷണങ്ങൾ നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. നിനക്കൊരു ഭർത്താവിന് വേണ്ടി. ഈ മലകൾക്കപ്പുറം ഒറ്റ മകനുള്ള സ്ത്രീയുണ്ട്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു, അവർക്ക് സമ്മതമാണ്. പക്ഷെ എനിക്ക് സമ്മതമല്ല ചേട്ടാ. ഞാൻ ഇപ്പോഴും സൈമണ് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. അതെനിക്കറിയാലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ബന്ധത്തിന് മുതിർന്നത്. നിനക്ക് എന്തായാലും ഒരു ഭർത്താവിന്റെ ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ സ്ത്രീയുടെ മകനില്ലേ, അവൻ മരിച്ചോണ്ടിരിക്കുകയാണ് ഗ്രൂഷ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ നീ ഉടനെ വിധവയാകും. എന്തു പറയുന്നു? മൈക്കിൾ അനാഥനാകാതിരിക്കാൻ ഇപ്പൊ ഒരു മുദ്ര കയ്യിലുണ്ടായത് നന്നാവും. തീർച്ചയായും മുദ്രയാണ് പ്രധാനം. മുദ്ര ഇല്ലെങ്കിലേ പേർഷ്യയിലെ ഷാക്ക് പോലും അയാൾ ഷായാന്ന് തെളിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിനക്കൊരു മുദ്ര ലഭിക്കും. അല്ല, ഇതിനൊക്കെ ഇവർ എത്ര ചോദിക്കുന്നത്? 400 നാണയമാണ് ചോദിക്കുന്നത്. ഇത്രയും പണം നമ്മൾ എവിടുന്നാ കൊടുക്കുക? അതോർത്ത് നീ പേടിക്കണ്ട. അനിക്കോ പാല് വെച്ചിട്ടുന്ന ആശുണ്ട്. എന്തു പറയുന്നു? നമ്മളെ ആരും അവിടെ തിരിച്ചറിയില്ലല്ലോ. എനിക്ക് സമ്മതാണ്. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അവരോട് ഈ വിവരം പോയി പറയാം. നീ ഇവിടെ ഇരിക്കും. ചേട്ടാ, നീ കാരണം ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അന്നാ ഈസ്റ്റർ ഞായറാഴ്ച നിന്നെ അവിടെ ഇട്ടിട്ട് പോണായിരുന്നോ? ഞാനിപ്പോ ഒരു മണ്ടിയായിരിക്കാണല്ലോ. എത്തിയപ്പോൾ വരൻ മരണക്കിടക്കയിൽ. കാര്യങ്ങൾ വേഗത്തിലാകാൻ വരന്റെ അമ്മ വാതിൽപ്പടിയിൽ കാത്തു നിൽക്കുന്നു. വധു തന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നു. അതിലൊക്കെ എന്തിരിക്കുന്നു? അവന്റെ അവസ്ഥയിലെല്ലാം ഒന്ന് തന്നെയല്ലേ? അത് ഞങ്ങൾക്കൊരു കുറച്ചിലാണ്. എന്റെ ജോസഫിന് ഒരു കുട്ടിയുള്ളവനെ കെട്ടുന്ന ഒരു കാര്യമില്ല. അതിന് ഞാൻ നിങ്ങൾക്ക് 100 നാണയം കൂടുതലായിരുന്നില്ലേ? പിന്നെ ഈ പറമ്പിന്റെ ആധാരവും നിങ്ങളുടെ പേരിലാണ്. ആകെ 2 വർഷം മാത്രമേ അവളോട് നിൽക്കേണ്ട കാര്യമുള്ളൂ. അത് അവന്റെ ശവമടക്കിന് പോലും തികയില്ല. പിന്നെ ഇവിടെ പണിയൊക്കെ എടുക്കോ? എങ്കിൽ ഞാൻ പോയി ഉപദേശം എടുത്തിട്ട് വരാം. പക്ഷെ അയാൾ ഈ കുട്ടിയെ കാണരുത്. കുട്ടിയുടെ കാര്യം ഞാൻ നോക്കാം. പക്ഷെ എന്തിനാ ഉപദേശി? ഒരു പുരോഹിതനല്ലേ വേണ്ടത്? ഇതിനൊക്കെ ഉപദേശി തന്നെ ധാരാളം. എനിക്ക് ചെറിയൊരു മണ്ടത്തരം കൊടുക്കാനുള്ള തുക ഞാൻ മുൻകൂറായി കൊടുത്തു. അതുവഴി അയാളെ ദേവീശാസ്ത്രി പോയി കാണും. ഞാൻ വേഗം പോയി വിളിച്ചോണ്ട് വരാം. മുടിഞ്ഞതാള. ആ പുരോഹിതന്റെ കാശ് ലാഭിക്കാൻ വേണ്ടി ഒരു ചീഞ്ഞ ഉപദേശിയെ വിളിച്ചോണ്ട് വന്നേക്കുവാ. ചേട്ടാ ചേട്ടാ ചേട്ടാ, സൈമൺ എപ്പോഴെങ്കിലും തിരിച്ചു വന്നാ ചേട്ടൻ അറിയിക്കോ? പറയാം. ഉറപ്പാണോ? നിനക്ക് അവരെ ഒന്ന് വന്ന് കാണണമെന്നില്ലേ?
ഗ്രൂഷ, അവന്റെ ഒരു രോമം പോലും അനങ്ങുന്നില്ല. ചത്തുന്നാ തോന്നുന്നത്. നമ്മൾ വരാതല്ലോടാ വൈകി. ഇനി നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. വധുവും സഹോദരനും വന്നിട്ടുണ്ട്. നീ മനുഷ്യന് സ്നേഹവും അനുസരണയുള്ള ഭാര്യയായി തീരുവാൻ നിനക്ക് സമ്മതമാണോ? മരണം വേർതിരിയുന്നവരെ അവനെ ഒട്ടി നിൽക്കാൻ നിനക്ക് സമ്മതമാണോന്ന്? സമ്മതാണ്. മരണം വേർതിരിയുന്നവരെ ഇവൾക്ക് നല്ലൊരു ഭർത്താവായി തീരുവാൻ നിനക്ക് സമ്മതമാണോ? അതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശരി ശരി ശരി, ഈ വിവാഹം നടത്തപ്പെട്ടതായി ഞാൻ അങ്ങ് തീരുമാനിക്കുന്നു. ഇനി നമുക്ക് തൈലാഭിഷേകമാകാം. അതൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ആവശ്യത്തിലേറെ ചെലവായി. ഞാൻ ഇങ്ങോട്ട് വന്നേ. 700 പൊൻപണമല്ലേ പറഞ്ഞത്? അല്ല, 600. ഇന്നാ പിടി. പിന്നെ എനിക്ക് ഈ ബന്ധുക്കളായിട്ടൊന്നും പരിചയപ്പെടാൻ തീരെ സമയമില്ല. ഞാൻ അതുകൊണ്ട് പോവാം. ഗ്രൂഷ, എന്നെങ്കിലും ഒരിക്കൽ നീ വിധവയാകും. അന്ന് നിനക്ക് എന്റെ അടുത്തേക്ക് വരാം. അന്ന് ഞാനും അനിക്കോ നിന്നെ 2 കൈ നീട്ടി സ്വീകരിക്കും. മനസ്സിലായോ? എന്നാ ഞാൻ പോട്ടെ. ചേട്ടാ ചേട്ടാ നിക്ക. അതൊരു കുട്ടിയല്ലേ? അതൊരു കുട്ടിയാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഒരു കുട്ടിയല്ലേ അത്? കുട്ടിയോ? ആ കുട്ടിയോ? ആ ഏത് കുട്ടി? അത് ഇവിടെ ഒരു കുട്ടിയില്ല. ഞാൻ കള്ള കുട്ടിയായിട്ട് കാപ്പി നടന്നു. കുട്ടിയുണ്ട്. അമ്മച്ചിയേ, ആ അമ്മച്ചിയേ. വരണം വരണം. മോന്റെ കല്യാണം കഴിഞ്ഞത് കേട്ട് ഇവളാണ് എന്റെ പുതിയ മരുമകൾ. ഇതാ എന്റെ സ്നേഹിതരെ, അവൾക്ക് ഒരു കുട്ടിയുണ്ട്. ഞാൻ കണ്ടു ആ കുട്ടി. ആ അല്ല, അവക്കൊരു കുട്ടിയുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ അല്ല, ജോസഫിന് എങ്ങനെ കുട്ടി ഉണ്ടാവാനാ? കുട്ടിയുണ്ട്. അതിങ്ങനെ വിട്ടേക്ക്. ചുമ്മാ അവള് ചേരേണ്ട സമയം വന്നില്ലേ? അയാൾ നുണ പറയാൻ തുടങ്ങി. ഇനി ഇവർക്കൊക്കെ ഞാൻ തിന്നാൻ കൊടുക്കേണ്ടി വരുമല്ലോ. ഞാൻ വേണമെങ്കിൽ ചുട്ടു തരാം. ഇന്നലെ കുറച്ച് കുതിര സവാരിക്കാർ ഇതുവഴി പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോ യൂസഫ് ഇങ്ങനെ കിടക്കുന്നു. അതാ നിങ്ങളോട് വേഗം വരാൻ പറഞ്ഞത്. അവൻ ഇനി അധിക സമയത്തേക്കില്ല. എന്റെ സ്നേഹിതരെ, ഒരു വിവാഹത്തിനും മരണത്തിന് എത്തിപ്പെട്ട എന്റെ സ്നേഹിതരെ, വരുവീൻ. ഒരു വിവാഹശേഷിക്കും മരണശേഷിയും മുന്നിൽ ഞാൻ വളരെ ദുഃഖിതനാണ്. എന്തെന്നാൽ സ്ത്രീ ദാമ്പത്യത്തിലേക്ക് പോവുകയും ഒരിക്കൽ പട്ടണത്തിലേക്ക് പോവുകയാണ്. അല്ലയോ എന്റെ കുഞ്ഞാളുകളെ, തലയ്ക്ക് മേലിൽ കൂര കെട്ടിപ്പൊക്കാൻ വേണ്ടി ഒരാൾ മരിക്കുന്നു. അയാൾ അല്ലല്ല, മാംസം മണ്ണായി തിരുവാൻ വേണ്ടി ഒരാളെ വിവാഹം കഴിക്കുന്നു. നിങ്ങൾ പാട്ടിച്ചോടി. ഉപദേശിയാണ് പറഞ്ഞത് ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ടെന്ന്, ഇവിടെ വന്ന് ഗാനം ആലപിക്കണമെന്ന്. ഒരു കലാകാരനെ പ്രലോഭിക്കുന്ന സംഭവമാണ്. അവർക്ക് വേണമെങ്കിൽ സംഗീതം പതിഞ്ഞ സ്വരത്തിൽ ആലപിക്കാം, അല്ലെങ്കിൽ ആലപിക്കാം. ഇവൻ ഏതാണ്? പുതിയ വാർത്ത കേട്ടോ? എന്താ? യുദ്ധം അവസാനിച്ചെന്ന്. കർത്താവേ, praise the Lord. റുസീനിയയിലെ ക്രമസമാധാനം വീണ്ടെടുക്കാൻ പേർഷ്യയിലെ നമ്മുടെ രാജപ്രഭുവിനെ വിട്ടയച്ചു. പക്ഷെ അതങ്ങനെ ശരിയോ? രാജപ്രഭുവിനെതിരല്ലേ? പക്ഷെ യുദ്ധത്തിനും എതിരാണ്. ഏതൊക്കെയായാലും യുദ്ധം അവസാനിച്ചു. പട്ടാളക്കാരെല്ലാം തിരിച്ചു വന്നു തുടങ്ങി. ഇനി എല്ലാം പഴയതുപോലെ ആവും. യുദ്ധത്തിന്റെ കാര്യം നമ്മൾ നോക്കണം. നികുതിയും വർദ്ധിക്കും. അല്ല, പട്ടാളക്കാർ തിരിച്ചു വന്നു ആരൊക്കെ പറഞ്ഞു? ഞാനാ പറഞ്ഞു. അത് ശരിയാവാനൊന്നും സാധ്യതയില്ല. ഈ ഷാള് കണ്ടോ? പേർഷ്യൻ ഷാളാ. പട്ടാളക്കാർ എനിക്ക് വിറ്റുപോയതാ.
അമ്മ ഇനി എത്ര കേക്കുകൾ കൂടി അവരുടെയൊക്കെ തൊണ്ടയിൽ കുത്തിയിറങ്ങാൻ തള്ളാനുള്ള ഭാവം പണം ഞാൻ പൂറിയിടുന്നാണോ? അല്ല എവരാ പറഞ്ഞ യുദ്ധം അവസാനിച്ചെന്ന്? നീങ്ങണ്ട അങ്ങോട്ട് നോക്കിയിരിക്കുന്ന തള്ളേ. എന്റെ തലയിൽ കിട്ടിയ ഭാര്യയുടെ അപ്പൊ നിങ്ങള് എന്റെ ശവളോടൊക്കെ അവസാന സത്യം തിന്നാൻ വന്നേന് പട്ടിയെ വെച്ചത്. നിന്റെ കണക്ക് കൂട്ടലിൽ മൊത്തം അങ്ങോട്ട് തെറ്റിപ്പോയത്. ദുരന്തം തനിക്കൊരു ഭർത്താവുണ്ടെന്ന് ഭാര്യ കണ്ടെത്തുന്നു. പകൽ സമയങ്ങളിൽ കുട്ടി എവിടെയുണ്ട്? രാത്രിയിൽ ആ മനുഷ്യനുണ്ട്. പകലും രാത്രിയും താൻ സ്നേഹിക്കുന്ന ഒരാൾ തന്നെ തേടി വരുന്നു. ദമ്പതികൾ പരസ്പരം നോക്കുന്നു. മുറി വളരെ ചെറുതാണ്. അവൾ കരയിൽ നനയ്ക്കുമ്പോൾ അലകളിൽ തെളിയും അവന്റെ മുഖം. താനെ കടന്നൊപ്പോൾ ചന്ദ്രനോടൊപ്പം മങ്ങി തുടങ്ങി അവന്റെ മുഖം. കുപ്പായി പിഴിയുവാൻ അവൾ എണീക്കുമ്പോൾ കാതിൽ വരുന്നു അവന്റെ നാദം. മേപ്പിൾ മരങ്ങൾ ഇലകൾ പൊളിക്കുമ്പോൾ കേൾക്കുന്ന നേർത്ത് വരുന്ന നാദം. താനെ കടന്നൊപ്പം ചന്ദ്രനോടൊപ്പം നേർത്ത് വരുന്നൊരു നാദം. ദീർഘനിശ്വാസങ്ങൾ പതിവുകാരാവുന്നു കഷ്ടപ്പാടിന്റെ വിലാപം. താനെ കടന്നപ്പോൾ ചന്ദ്രനോടൊപ്പം കുഞ്ഞും വളർന്നു വിരിഞ്ഞു. മൈക്കിൾ, അവർ നിന്നെക്കാട്ടും വലിയ കുട്ടികളല്ലേ? അതൊന്നും സാരമില്ല, പൊക്കോട്ടെ. കുറച്ചു നേരത്തേക്കല്ല അമ്മ. കുറച്ചു നേരത്തിൽ തിരിച്ചു വരുമോ? വരും, ഉറപ്പ് ഉറപ്പ്. പൊക്കോട്ടെ. പിന്നെ അമ്മ അമ്മ എനിക്ക് ഈ തൊപ്പിയൊന്നും വേണ്ട. അവിടെ ആരും തൊപ്പിയൊന്നും ഇട്ടിട്ടല്ല വരിക. പോട്ടെ, സൂക്ഷിച്ചു പോണ മൈക്കിളെ. പട്ടാളക്കാരൻ സുഖായിരിക്കുന്നു, ആരോഗ്യമായി തിരിച്ചെത്തിയല്ലോ. ദൈവത്തിന് നന്ദി. പണ്ടൊരു കടലിൽ പറഞ്ഞ പോലെ അവർക്ക് എന്നേക്കാൾ വലിയ മീനെ, അതുകൊണ്ട് അവരെന്നെ തിന്നില്ല. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായി, അത്ര തന്നെ. എങ്ങനെ ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു? ആൾക്കാരൊക്കെ എന്ത് പറയും? തണുപ്പ് ഈ പ്രാവശ്യം കുറച്ച് കടുപ്പായിരുന്നു സൈമൺ. പക്ഷെ അയൽക്കാര് പതിവ് പോലെ തന്നെ. ഞാൻ ഇപ്പോഴും തുണി അലക്കുമ്പോ കാല് വെള്ളത്തിലിടുന്ന പതിവുണ്ട്. ഇല്ല, ചെടികൾക്ക് മറവില് ചില കണ്ണുകളുണ്ടല്ലോ. താൻ ഉദ്ദേശിച്ചത് ആ പണ്ടത്തെ പട്ടാളക്കാരനല്ലേ? എന്നാ ഞാനിപ്പോ പേ മാസ്റ്ററാണ്. ആ 200 നാണയം കിട്ടുന്ന ജോലിയോ? കൂട്ടത്തിലൊരു വസതി. ആ പട്ടാള താവളത്തിന് പിന്നിലത്തെ? ആ അവിടെ തന്നെ. ഒരാളിപ്പോഴും
കണ്ണു നട്ടി ഇരിക്കുകയായിരുന്നു ഞാൻ ഓർക്കുന്നു. എല്ലാവരും പറയും പോലെ എന്റെ വാതിൽ നിനക്കായി ഞാൻ ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. എന്താ അതിനർത്ഥം? ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളെന്നാണ്. സൈമൺ, എനിക്കിനി പഴയ പോലെ നുഖയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി? സൈമൺ ചാച്ചുവ, എന്റെ പേരിപ്പോ പഴയ പോലെ അല്ല, ചിലത് മാറിയിരിക്കുന്നു. മനസ്സിലായില്ല. ഈ പെണ്ണുങ്ങളുടെ പേരെപ്പോഴാണ് മാറുന്നത്? അല്ലെങ്കിൽ വേണ്ട, ഞാനത് പറഞ്ഞുതരാം. പക്ഷെ സൈമൺ, നമ്മൾ തമ്മിൽ ഒന്നും മാറിയിട്ടില്ല. അത് പഴയ പോലെ തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നമ്മൾ തമ്മിൽ ഒന്നും മാറിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? സൈമൺ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത്രയും ദൂരം ഞാൻ എങ്ങനെയാ പറഞ്ഞു തരാം? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ പാലം കടന്ന് ഇപ്പുറം വരും, ഞാൻ എല്ലാം പറയാം. ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആവശ്യമുണ്ട് സൈമൺ, നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേക്ക്. ആ പാലം കടന്ന് ഇപ്പുറം വരും, എല്ലാം പറയാം. ഞാൻ എത്തി നേരെ വൈകിപ്പോയെന്നാണ്. ഇല്ല സൈമൺ, ആ പുൽത്തടി ഞാൻ തൊപ്പിയാണ്. നിനക്കൊരു കൊച്ചുണ്ടായല്ലേ? ഉണ്ട്. ഇതിൽ പെണ്ട വിളിക്കാനല്ലേ? പക്ഷെ സൈമൺ, ഇത് നിങ്ങളെ വിഷമിപ്പിക്കേണ്ട കാര്യമല്ല. ഇതെന്റെ സ്വന്തം കുട്ടിയല്ല. അന്നൊരു ചൊല്ലുണ്ട്, കാറ്റടിച്ചു തുടങ്ങിയാൽ അതെല്ലാം വിടവിൽ കൂടെ ചെല്ലും. സ്ത്രീ കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ കുരിശുമാലങ്ങ് തിരിച്ചതാ, അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞേക്ക്. രൂഷ, മൈക്കിളിനെ കൊണ്ടുപോകാൻ പട്ടാളക്കാർ വന്നിട്ടുണ്ട്. മൈക്കിളിനെ കൊണ്ടുപോകാൻ പട്ടാളക്കാർ വന്നിട്ടുണ്ട് എന്ന്. ഓ, നീയാണോടി രൂഷ? അതെ. ഇത് നിന്റെ കുട്ടിയാണോ? അങ്ങനെ പട്ടണത്തിക്ക് പിടിച്ചുകൊണ്ടല്ലാൻ ഉത്തരവുണ്ട്. അവൻ ഗവർണറുടെ മകനാണോ എന്ന് സംശയമുണ്ട്. ഓ ഓട്ടെ രൂഷ. ഒരു 2 വർഷം പിന്നിലേക്ക് കൊണ്ടുപോകാം. ഒരു ജഡ്ജിയുടെ കഥ കേൾക്കാൻ. അയാൾ എങ്ങനെയായിരിക്കും ജഡ്ജി ആയിട്ടുണ്ടാവുക? എങ്ങനെയുള്ള ജഡ്ജി ആയിരിക്കും അയാൾ? അന്ന് ആ ഈസ്റ്റർ ഞായറാഴ്ച ഗ്രാൻഡ്യൂം സ്ഥാനഭ്രഷ്ടരായി. അയാളുടെ ഗവർണർ എന്ന് പറഞ്ഞ നമ്മുടെ കുട്ടിയുടെ അച്ഛൻ ആളുടെ തല വെട്ടുമ്പോ അച്ഛൻ ഗ്രാമത്തിലെ എഴുത്തുകാരൻ അയാൾ കാട്ടിൽ നിന്നും ഒരുവനെ കണ്ടുപിടിച്ച് ആളുടെ കുടിലെ താമസിപ്പിച്ചു. താനെന്തോടോ ഇങ്ങനെ നിന്ന് കിതയ്ക്കുന്നേ? താനൊരു കുതിരയാണോ? അതെ, താനിങ്ങനെ പന്നിയെ പോലെ ഓടിയത് കൊണ്ട് പോലീസിന്റെ കയ്യിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ലടോ. ഒരിക്കലും താൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. താനെന്നാ കറക്കൊന്ന് നിർത്തൂ. ഇരിക്കടോ, വാ ഇരിക്കടോ. ഇതൊന്ന് വാങ്ങിക്കൂ. കഴിക്കുന്നത് നീ അത് കഴിക്ക്. എന്തെങ്കിലും കഴിച്ചിട്ട് കുറെ കാലമായല്ലേ? അല്ല, താൻ എന്തിനാ അങ്ങോട്ട് ഓടിപ്പോയത്? വേണ്ടി വന്നു. പേടിച്ച് ഓടിപ്പോയതായിരിക്കും അല്ലേ? താൻ കഴിക്ക്. താൻ ഒന്നുകൂടെ അങ്ങ് കഴിക്ക്. താൻ കഴിക്കണ കാണുമ്പോ എനിക്കൊരു സംശയം. താൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? സംശയത്തെ പറ്റി ഇതാ ചെവി കേട്ടൂടെ? തന്റെ കൈയൊന്ന് കാണിച്ചു. നല്ല വെളുത്ത കൈ. അപ്പോ നീ ഒരു യാചകനല്ല, നീ ഒരു പറ്റിപ്പുകാരനാണല്ലോടാ. നീ ഒരു നല്ലവനെന്ന് കരുതിയല്ലടാ തെണ്ടിയെ നിന്നെ ഞാൻ ഇവിടെ വിളിച്ച് കയറ്റിയത്.
ഓ, നീ ഇങ്ങനെ നിഷേധിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നീ ഒരു ജന്മി തന്നെ. പിന്നെ നീ എന്തിനാടാ അങ്ങോട്ട് ഓടിപ്പോയത്? അവ എന്നെ തിരയുന്നുണ്ടെന്ന് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. കുറച്ച് കാര്യം പറയാനുണ്ട്. അവൻ എന്റെ അടുത്ത് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് നിർദ്ദേശം. എടാ വേട്ടയാടാൻ പോകുമ്പോഴും നിന്റെ നിർദ്ദേശം ഞാൻ കേൾക്കണം അല്ലേ? ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം തരാം, ഇന്ന് രാത്രിത്തേക്ക് മാത്രം. വീണ്ടും അവൻ എനിക്കൊരു 1 ലക്ഷം തരാമെന്ന്. എടാ നശിച്ച പ്രബുദ്ധമേ, അതെ, ഒരു 1.5 ലക്ഷം പറയൂ. എന്റെ കൈവശമില്ല, എന്നെ നിങ്ങൾ സംശയിക്കരുത്. കടുത്ത സംശയമുണ്ട്. ഇറങ്ങിപ്പോടാ വെളിയില്.